ഈ വികസിത കേരളം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതാണ് മാറാത്തത് ഇനി മാറും. അപ്പോൾ 27 വയസ്സുള്ള ഗോകുൽ ഗോപിനാഥ് BJP ചേരുമ്പോൾ ഇത് മാറാത്തത് ഇനി മാറുന്നുണ്ട്. അത് ഇതിൻ്റെ ഒരു തെളിവാണ്. ഈ വികസിത കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളിയാണ് യൂത്ത്. അപ്പോൾ ഗോകുൽ ഗോപിനാഥ് ഇവിടെ വന്ന് BJP മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാൻ ഒരു താല്പര്യം കാണിക്കുമ്പോൾ ഇതൊരു ക്ലിയർ മെസ്സേജാണ്. BJP ആണ് ഈ വികസിത കേരളം സൃഷ്ടിക്കാനും നരേന്ദ്രമോദിജീൻ്റെ കാഴ്ചപ്പാട് ഒരു വികസിത ഭാരതം അതിൻ്റെ ഒപ്പം ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ഈ പാർട്ടിക്കാണ് താല്പര്യവും കഴിവും. അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ യൂത്താണ് ഇവരുടെ ഈ വികസിത കേരളം കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേക്ക് ഹോൾഡർ. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവിധ എൻ്റെ ആശംസകൾ, എല്ലാ ബെസ്റ്റ് വിഷസും ഞാൻ അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഒന്നോ രണ്ട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഗോകുൽ പറഞ്ഞ പോലെ ഇന്ന് CPM-ലും കോൺഗ്രസിലും ഒരു വ്യത്യാസവുമില്ല. പണ്ട് കാലത്ത് കോൺഗ്രസ് ആയിരുന്നു ഒരു രാജവംശത്തിൻ്റെ ഒരു പാർട്ടി. ഇന്ന് കോൺഗ്രസും LDF-ഉം CPM-ഉം ഈ രണ്ട് പാർട്ടിയിലും രാജവംശം, അഴിമതി, വികസനമില്ലാത്തൊരു ദുർഭരണം ആണ് എവിടെ നോക്കിയാലും. അത് 10 കൊല്ലം UPA സർക്കാരായിരുന്നോ 2004 മുതൽ 2014, അല്ലെങ്കിൽ 2016 മുതൽ 2025 ഇവിടെ, അല്ലെങ്കിൽ കർണാടക, ബാംഗ്ലൂർ ഇന്നലത്തെ ഫ്ലഡ് നോക്കിയാലോ, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാരോ, കർണാടകയിൽ കോൺഗ്രസ് സർക്കാരോ, തെലങ്കാനയിലോ, ഈ രാജവംശം എന്ന് വരുമ്പോൾ ആ ഒരു പാർട്ടിയിൽ രാജവംശം എന്നൊരു ഫിനോമിനൻ വരുമ്പോൾ അതിൻ്റെ ഒപ്പം വരുന്നത് അഴിമതിയും ദുർഭരണവും. അത് നമ്മൾ ഇവിടെയും കണ്ടിട്ടുണ്ട്. 2004 മുതൽ 2014 കോൺഗ്രസിൻ്റെ സർക്കാരിന് കണ്ടിട്ടുണ്ട്. ഇന്നും കോൺഗ്രസ് സർക്കാരിന് കാണുന്നുണ്ട്. CPM-ൻ്റെ സർക്കാർ ഈ കഴിഞ്ഞ 9 കൊല്ലം. അപ്പോൾ ഭരണം, വികസനം, പുരോഗതി, യുവാക്കൾക്ക് വേണ്ട തൊഴിൽ, നിക്ഷേപം, ഇതെല്ലാമാണ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ.